വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഇറ്റ്സ് ബെന സർക്കാര്. അപ്പൊ നമ്മള് ഇന്ന് HSCയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ HSC എക്സാമിനേഷൻസിനൊക്കെ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെവലപ്മെന്റ് ബയോളജി പരിവർത്തന ശാസ്ത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പരിവർത്തന ജീവിശാസ്ത്രത്തില് ബാക്കി പോർഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ കുറച്ച് സിദ്ധാന്തങ്ങൾ കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പൊ അതിലൊരു സിദ്ധാന്തം കൂടി ഒരു തിയറി നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. അതാണ് ജേം പ്ലാസം തിയറി അല്ലെങ്കിൽ ജേം പ്ലാസം സിദ്ധാന്തം. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ജേം പ്ലാസം തിയറി, ജേം പ്ലാസം സിദ്ധാന്തത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ തിയറി, ഈ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനായിരുന്നാണ് അഗസ്റ്റ് വെയ്സ്മാൻ ആണ് സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പൊ ജേം പ്ലാസം തിയറി ആവിഷ്കരിച്ചതാരാണ്? അഗസ്റ്റ് വെയ്സ്മാൻ ആണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ്, എന്താണ് ജേം പ്ലാസം സിദ്ധാന്തത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? അദ്ദേഹം എന്താണ് അതിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ജീവികളുടെ ശരീരത്തിൽ സൊമാറ്റോപ്ലാസം അടങ്ങിയ സൊമാറ്റിക് കോശങ്ങളും ജേം പ്ലാസം അടങ്ങിയ പ്രത്യുൽപാദന കോശങ്ങളും ഉണ്ടെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിഗമനത്തിൽ എന്ത് പറയുന്നു? ജീവികളുടെ ശരീരത്തില് എന്താണ് സൊമാറ്റോപ്ലാസം അടങ്ങിയിരിക്കുന്ന സൊമാറ്റിക് കോശങ്ങളും ജേം പ്ലാസം അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ജേം പ്ലാസം അടങ്ങിയിരിക്കുന്ന പ്രത്യുൽപാദന കോശങ്ങൾ ജേം സെൽസും ഉണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കാം, അഗസ്റ്റ് വെയ്സ്മാൻ ആണ് ജേം പ്ലാസം തിയറി കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞു ജീവികളില് രണ്ടു തരം കോശങ്ങളുണ്ട്. ഒന്നാണ് സൊമാറ്റോപ്ലാസം അടങ്ങിയിരിക്കുന്ന സൊമാറ്റിക് കോശങ്ങളും ജേം പ്ലാസം അടങ്ങിയിരിക്കുന്ന പ്രത്യുൽപാദന കോശങ്ങൾ അല്ലെങ്കിൽ ജേം സെല്ലുകളും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ശരീരത്തിന്റെ ഭൂരിഭാഗവും പ്രത്യുൽപാദന കോശങ്ങളല്ല, മറിച്ച് എന്താണ് സൊമാറ്റിക് കോശങ്ങളാണെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞു ശരീരത്തില് അദ്ദേഹത്തിന് അഭിപ്രായത്തിൽ ശരീരത്തിൽ രണ്ടു തരം കോശങ്ങൾ, സൊമാറ്റിക് കോശങ്ങൾ പ്രത്യുൽപാദന കോശം. അതിന് ശരീരത്തിൽ ഭൂരിഭാഗവും ഏത് കോശങ്ങളാണ്? സൊമാറ്റിക് കോശങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഭൂരിഭാഗവും സൊമാറ്റിക് കോശങ്ങളാണ്. ഇവ ജീവിയുടെ മരണത്തോടുകൂടി അപ്രത്യക്ഷമാകുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പൊ സൊമാറ്റിക് കോശങ്ങളാണ് ജീവിയുടെ ഭൂരിഭാഗവും ശരീരവും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അവ ഒരു ജീവിയുടെ മരണത്തോടു കൂടി അപ്രത്യക്ഷമാകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ കോശങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതായത് സൊമാറ്റിക് കോശങ്ങൾ ജീവിയുടെ മരണത്തോടു കൂടി അത് അപ്രത്യക്ഷമാകുന്നു. അപ്പൊ ജീവിയുടെ ശരീരത്തിന് ഭൂരിഭാഗം സൊമാറ്റിക് കോശങ്ങളാണ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സൊമാറ്റിക് കോശങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നില്ല? അതിന്റെ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതായത് ചേഞ്ചസ് അഫക്റ്റിംഗ് ദീസ് സെൽസ് ആർ നോട്ട് ഇൻഹെറിറ്റഡ്. The germ cells or gametes are passed on to the offspring generation after generation. അപ്പൊ അവിടെ എന്താണ്? സൊമാറ്റിക് കോശങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നില്ല? ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നില്ല, അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല, ഒരു ജനറേഷൻ മറ്റു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. അതേസമയം ജേം സെൽസ് അല്ലെങ്കിൽ പ്രത്യുൽപാദന കോശങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതോടെ മനസ്സിലാക്കുക. അപ്പൊ എവിടെയാണ് ജേം സെല്ലുകൾ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ത് ചെയ്യപ്പെടുന്നു? കൈമാറ്റം ചെയ്യപ്പെടുന്നു, അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഓൺലി ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി ജേം സെൽസ് ആർ ഇൻഹെറിറ്റഡ് എന്നുള്ള വസ്തുതയും കൂടെ അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ. അഗസ്റ്റ് വെയ്സ്മാന്റെ ജേം പ്ലാസം തിയറി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് ഒരു ജീവിയുടെ ശരീരം രണ്ടു തരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഒന്ന് സൊമാറ്റിക് കോശങ്ങൾ, ഇന്ന് സൊമാറ്റോപ്ലാസം അടങ്ങിയിരിക്കുന്ന സൊമാറ്റിക് കോശങ്ങളും ജേം സെല്ലുകൾ അടങ്ങിയ പ്രത്യുൽപാദന കോശങ്ങൾ അല്ലെങ്കിൽ ജേം പ്ലാസം അടങ്ങിയ പ്രത്യുൽപാദന കോശങ്ങൾ അല്ലെ ജേം സെൽസ് ആണ് പ്രത്യുൽപാദന കോശം. അപ്പൊ ജേം പ്ലാസവും സൊമാറ്റോപ്ലാസവും ഇത് രണ്ടും കൂടാണ് ജീവിയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു അതില് ഈ പറയുന്ന ജീവിയുടെ ശരീര ഭൂരിഭാഗവും സൊമാറ്റോപ്ലാസം അല്ലെങ്കിൽ സൊമാറ്റിക് കോശങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ കോശങ്ങൾ ജീവിയുടെ മരണത്തോടു കൂടി അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി മറ്റൊരു പ്രസ്താവന എന്തായിരുന്നു? അതെ, ഈ പറയുന്ന ഈ സൊമാറ്റിക് കോശങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാൽ അത് അടുത്ത തലമുറയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതേസമയം ഈ ജേം സെല്ലിൽ അല്ലെങ്കിൽ പ്രത്യുൽപാദന കോശങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതും കൂടെ അദ്ദേഹം പ്രസ്താവിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജേം പ്ലാസം തിയറി അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. അടുത്ത നമുക്ക് അതിന്റെ തന്നെ അടുത്ത കണ്ടിന്യൂഷൻ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ തിയറീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ആ തിയറീസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത പോർഷൻ പഠിക്കാൻ പോകുന്നത് ഗമറ്റോജെനിസിസ് ആണ്. അപ്പൊ എന്താണ് ഗമറ്റോജെനിസിസ്? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബീജോത്പാദനം അല്ലെങ്കിൽ ഗമറ്റോജെനിസിസ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണ്? പ്രാഥമിക ലൈംഗിക അവയവങ്ങളായ വൃഷണങ്ങൾ പുരുഷന്മാരിൽ പുംബീജം അഥവാ സ്പേം ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിലെ അണ്ഡാശയം അണ്ഡം അഥവാ ഓവം ഉൽപ്പാദിപ്പിക്കുന്നു.
ഇനി ഇവ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഗെമറ്റോജെനിസിസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ബീജോത്പാദനം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പ്രാഥമിക ലൈംഗികവയവങ്ങളാണ് വൃഷ്ണങ്ങൾ. അവ എന്ത് ഉത്പാദിപ്പിക്കുന്നു? പുരുഷന്മാരെ പുംബീജം അല്ലെങ്കിൽ സ്പേം ഉത്പാദിപ്പിക്കുന്നു. സ്ത്രീകളിലെ അണ്ഡാശയം എന്ത് ഉത്പാദിപ്പിക്കുന്നു? അണ്ഡം ഉത്പാദിപ്പിക്കുന്നു. മനസ്സിലാക്കുക. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബീജോത്പാദനം അല്ലെങ്കിൽ ഗെമറ്റോജെനിസിസ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് പ്രക്രിയ. അപ്പൊ ഈ ഗെമറ്റോജെനിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒന്ന് പുംബീജ ഉത്പാദനം നടക്കുന്നത്. അപ്പൊ പുംബീജ ഉത്പാദനമാണ് എന്തറിയപ്പെടുന്നത്? സ്പെർമറ്റോജെനിസിസ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് അണ്ഡോത്പാദനമാണ് oogenesis എന്ന് അറിയപ്പെടുന്നത്. സ്പെർമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ പുംബീജ ഉത്പാദനം, അണ്ഡോത്പാദനം എന്ന് പറയുന്നത് oogenesis ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് ഇനി ഓരോന്നിന്റെ സ്റ്റെപ്പ്. ആദ്യം നമുക്ക് സ്പെർമറ്റോജെനിസിസ്, എങ്ങനെയാണ് സ്പെർമറ്റോജെനിസിസ് നടത്തുന്നത് മനസ്സിലാക്കി. അപ്പൊ സ്പെർമറ്റോജെനിസിസ് അല്ലെ, സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത് പുംബീജ ഉത്പാദനം. പുംബീജ ഉത്പാദനം പ്രധാനമായി നടക്കുന്നത് രണ്ട് ആയിട്ടാണ് പുംബീജ ഉത്പാദനം നടക്കുന്നത്. രണ്ട് ഘട്ടമായിട്ട്. ഒന്ന് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്. ഇപ്പൊ ഒന്നെന്ന് പറയുന്നത് സ്പെർമാറ്റിഡ്സിന്റെ ഉത്പാദനം. അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ആണ്. രണ്ടാമത് എന്ത് നടക്കുന്നു? സ്പെർമിയോജെനിസിസ് അല്ലെങ്കിൽ പുംബീജോൽപത്തി നടക്കുന്നു. ആദ്യം സ്പെർമാറ്റിഡ്സിന്റെ ഫോർമേഷൻ ആണ്, രണ്ടാമത്തെ ഘട്ടത്തില് സ്പെർമിയോജെനിസിസ് അല്ലെങ്കിൽ പുംബീജോൽപത്തി നടക്കുന്നു. അപ്പൊ അങ്ങനെ പ്രധാനമായ രണ്ട് സ്റ്റെപ്പിലൂടെയാണ് എന്ത് നടക്കുന്നത്? പുംബീജ ഉത്പാദനം സ്പെർമിയോജെനിസിസ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. സ്പെർമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ പുംബീജ ഉത്പാദനമാണ്. സ്പെർമറ്റോജെനിസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സും സ്പെർമിയോജെനിസിസും. അപ്പം സ്പെർമാറ്റിഡ്സിന്റെ ഫോർമേഷൻ, അതുപോലെ സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുംബീജ ഉൽപ്പത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പുംബീജങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് എങ്ങനെ? സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. ഇനി പുംബീജോത്പാദനം മൊത്തത്തിൽ അറിയപ്പെടുന്ന എന്താണ്? സ്പെർമറ്റോജെനിസിസ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അവിടെ നമ്മൾ അതില് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ആണ്. എങ്ങനെയാണ് സ്പെർമാറ്റിഡ്സുകൾ ഫോം ചെയ്യുന്നത് നോക്കാം. ഒന്നാമത് ആവർത്തി ഘട്ടം അല്ലെങ്കിൽ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്താണ്? ആവർത്തി ഘട്ടം അല്ലെങ്കിൽ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ടാമത്തെ ഘട്ടം വളർച്ചാ ഘട്ടം അല്ലെങ്കിൽ ഫേസ് ഓഫ് ഗ്രോത്ത് എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ഘട്ടം പക്വമായ ഘട്ടം അല്ലെങ്കിൽ ഫേസ് ഓഫ് മെച്ചുറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഗെമറ്റോജെനിസിസ് എന്ന് പറയുന്നത് പുംബീജ ഉത്പാദനം എന്ന പ്രോസസ്സാണ്. അത് നടക്കുന്ന പ്രധാനമായും രണ്ട് പ്രോസസ്സിലൂടെയാണ്. ഒന്ന് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്, രണ്ട് സ്പെർമിയോജെനിസിസ് അല്ലെങ്കിൽ പുംബീജ ഉൽപ്പത്തി എന്നാണ് ആ ഒരു പ്രക്രിയയുടെ പേര്. അപ്പൊ ആദ്യം നമ്മൾ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ആണ് പഠിക്കുന്നത്. അവിടെ സ്പെർമാറ്റിഡ്സ് ഉണ്ടാകുന്നത് പ്രധാനമായും 3 ഘട്ടത്തിലൂടെയാണ്. ഒന്നെന്താണ്? ആവർത്തി ഘട്ടം അല്ലെങ്കിൽ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ടൊന്നാണ് വളർച്ചാ ഘട്ടം അല്ലെങ്കിൽ ഫേസ് ഓഫ് ഗ്രോത്ത്. 3 പക്വമായ ഘട്ടം അല്ലെങ്കിൽ മെച്ചുറേഷൻ, ഫേസ് ഓഫ് മെച്ചുറേഷൻ എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഫേസ് ഓഫ് ആദ്യത്തെ ഘട്ടം ഫേസ് ഓഫ് ഗ്രോത്ത് അല്ല, ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തി ഘട്ടമാണ്. അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന്റെ പ്രൈമോഡിയൽ ജേം സെൽസ് മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആവർത്തി ഘട്ടത്തിൽ പ്രൈമോഡിയൽ ജേം സെൽസ് പ്രസന്റ് ഇൻ ജേർമൽ എപ്പിത്തീലിയം ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓഫ് ടെസ്റ്റിസ് അണ്ടർഗോ സീരീസ് ഓഫ് മൈറ്റോട്ടിക് ഡിവിഷൻസ്. അതായത് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതായത് ഈ ടെസ്റ്റിസിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് എന്ത് കാണപ്പെടുന്ന? പ്രാഥമിക പ്രത്യുൽപാദന കോശങ്ങളായ പ്രൈമോഡിയൽ ജേം സെൽസ് കാണപ്പെടുന്നു. പ്രൈമോഡിയൽ ജേം സെൽസിന് പ്രാഥമിക പ്രത്യുൽപാദന കോശങ്ങൾ അത് എവിടെ കാണപ്പെടുന്നു? വൃഷ്ണങ്ങളിലെ ബീജ ഉത്പാദന നളികകളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസിന് ബീജ ഉത്പാദന നളികകളാണ്. അത് വൃഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് ആണ്. അപ്പൊ ടെസ്റ്റിസിലെ ബീജ ഉത്പാദന നളികകളിലാണ് എന്ത് കാണപ്പെടുന്ന? പ്രാഥമിക പ്രത്യുൽപാദന കോശങ്ങൾ കാണപ്പെടുന്നത്. ഇവ തുടർച്ചയായിട്ട് ക്രമഭംഗത്തിൽ ഏർപ്പെടുകയും അതിന്റെ ഫലമായിട്ട് ധാരാളം സ്പെർമറ്റോഗോണികൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പം മൈറ്റോസിസിന്റെ ഭാഗമായിട്ട്, ക്രമഭംഗത്തിന്റെ ഭാഗമായിട്ട് ധാരാളം എന്ത് ഫോം ചെയ്യുന്നത്? സ്പെർമറ്റോഗോണിയ ഫോം ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പൊ സ്പെർമറ്റോഗോണിയ എന്ന് പറഞ്ഞാൽ പുംബീജ ജനക കോശങ്ങൾ എന്നാണ് അർത്ഥപ്പെടുന്നത്. എന്താണ് സ്പെർമറ്റോഗോണിയ എന്ന് പറഞ്ഞാൽ? പുംബീജ ജനക കോശങ്ങൾ. ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, പ്രാഥമിക പ്രത്യുൽപാദന കോശങ്ങൾ എവിടെ കാണപ്പെടുന്നു? വൃഷ്ണങ്ങളിലെ എന്താണ് ബീജ ഉത്പാദന നളികകളിൽ, അതായത് ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് കാണുന്നത്. വൃഷ്ണങ്ങളിലെ ബീജ ഉത്പാദന നളികകളിലാണ് പ്രാഥമിക പ്രത്യുൽപാദന കോശങ്ങൾ കാണപ്പെടുന്നത്. ഇവ ക്രമഭംഗത്തിൽ, നിരന്തരം ക്രമഭംഗത്തിൽ ഏർപ്പെടുകയും മൈറ്റോസിസ് ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? സ്പെർമറ്റോഗോണിയ, ധാരാളം സ്പെർമറ്റോഗോണികൾ അല്ലെങ്കിൽ പുംബീജ ജനക കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ പുംബീജ ജനക കോശങ്ങൾ എന്ന് പറയുന്നത് സ്പെർമറ്റോഗോണിയ, 2 തരം സ്പെർമറ്റോഗോണികളാണ് ഉണ്ടാകുന്നത്. ടൈപ്പ് എയും ടൈപ്പ് ബിയും സ്പെർമറ്റോഗോണികളാണ് ഉണ്ടാകുന്നത്. പുംബീജ ജനക കോശങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? 2 തരമാണ്. അത് ടൈപ്പ് എയും ടൈപ്പ് ബിയുമാണ്.
ഇനി ടൈപ്പ് എ എന്ന് പറയുന്നത് സ്റ്റേം സെൽസുകളായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ സ്റ്റേം സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ സ്പെർമറ്റോഗോണിയ എയും ബിയും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവയുടെ ജോലി. അപ്പൊ ടൈപ്പ് എ സ്പെർമറ്റോഗോണിയ എന്ന് പറഞ്ഞാൽ സ്റ്റേം സെല്ലായിട്ട് നിലനിൽക്കുകയും അത് കൂടുതൽ വിത്ത് കോശമായിട്ട് നിന്നിട്ട് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ എയും ബിയും സ്പെർമറ്റോഗോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ടൈപ്പ് ബി സ്പെർമറ്റോഗോണിയാണ് എന്തായിട്ട് സ്പേം ആയിട്ട് വളരാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. മനസ്സിലായോ? സ്പേമിന്റെ വളർച്ചയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? ടൈപ്പ് ബി സ്പെർമറ്റോഗോണിയിലൂടെയാണ് സ്പേം ഉണ്ടാകുന്നത്, കുംഭീജം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ആവർത്തി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കേണ്ട പ്രധാനപ്പെട്ട 2 പോയിന്റ് എന്ന് പറയുന്നത് പ്രാഥമിക പ്രത്യുൽപാദന കോശങ്ങൾ എവിടെ കാണപ്പെടുന്നു? കൃഷ്ണങ്ങളിലെ എന്താണ് ബീജോത്പാദന നളികകളിലാണ് കാണപ്പെടുന്നത്. ഇവ ധാരാളം ക്രമഭംഗത്തിൽ ഏർപ്പെടുന്ന ഫലമായിട്ട് ധാരാളം സ്പെർമറ്റോഗോണികൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കുംഭീജ ജനക കോശങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. അത് പ്രധാനമായി 2 തരമുണ്ട്, ടൈപ്പ് എയും ടൈപ്പ് ബിയും. ടൈപ്പ് എ എന്ന് പറയുന്നത് വിത്ത് കോശങ്ങൾ നിലനിൽക്കുകയും അത് ധാരാളം മറ്റ് സ്പെർമറ്റോഗോണികൾ ടൈപ്പ് എ ടൈപ്പ് ബി കുംഭീജ ജനക കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു. അതേസമയം ടൈപ്പ് ബി സ്പെർമറ്റോഗോണികൾ ടൈപ്പ് ബി കുംഭീജ ജനക കോശങ്ങൾ എന്തായി മാറുന്നു? ഒരു സ്പേമായി മാറാനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്യും. അടുത്തത് മനസ്സിലാക്കേണ്ട ഫേസ് എന്ന് പറയുന്നത് എന്താണ്? വളർച്ചാഘട്ടം അല്ലെങ്കിൽ ഫേസ് ഓഫ് ഗ്രോത്ത് ആണ്. അപ്പൊ അതിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് പഠിക്കാമെന്ന് നോക്കാം. അപ്പൊ വളർച്ചാഘട്ടം അല്ലെങ്കിൽ ഫേസ് ഓഫ് ഗ്രോത്തിന് പ്രധാനം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടൈപ്പ് ബി സ്പെർമറ്റോഗോണിയ അല്ലെങ്കിൽ കുംഭീജ ജനക കോശം ഉത്പാദിപ്പിക്കപ്പെടുന്നു പറഞ്ഞല്ലേ. അപ്പൊ അവയാണ് പിന്നീട് സ്പേമായി മാറുന്നതെന്ന് മനസ്സിലാക്കി. അപ്പം ഇവിടെ ടൈപ്പ് ബി സ്പെർമറ്റോഗോണിയ അല്ലെങ്കിൽ കുംഭീജ ജനക കോശങ്ങൾ എന്തായി മാറുന്നു? അത് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് സൈസിൽ വലുതാവുന്നു, ഇൻക്രീസിങ് സൈസിൽ വലുതായിട്ട് എന്തായിട്ട് മാറുന്നു? പ്രൈമറി സ്പെർമറ്റോസൈറ്റുകളായി മാറുന്നു, അല്ലെങ്കിൽ പ്രാഥമിക ബീജകോശമായിട്ട് മാറുന്നു. അപ്പൊ ടൈപ്പ് ബി സ്പെർമറ്റോഗോണിയ ടൈപ്പ് ബി കുംഭീജനക കോശങ്ങൾ ടൈപ്പ് ബി കുംഭീജനക കോശങ്ങള് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ എടുത്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അല്ലെങ്കിൽ പ്രാഥമിക ബീജകോശമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ടൈപ്പ് ബി കുംഭീജ ജനക കോശങ്ങൾ എന്തായിട്ട് മാറുന്നു? പ്രാഥമിക ബീജകോശമായിട്ട് മാറുന്നു, വളർച്ച പ്രാപിച്ച് പ്രാഥമിക ബീജകോശമായിട്ട് മാറുന്നു. അപ്പൊ കുംഭീജ ജനക കോശങ്ങൾ ടൈപ്പ് ബി കുംഭീജ ജനക കോശങ്ങൾ പ്രാഥമിക ബീജകോശമായിട്ട് മാറും. ഇതാണ് വളർച്ചാഘട്ടത്തിൽ, അതായത് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറുന്നത്? പ്രാഥമിക ബീജകോശമായിട്ട് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറും. ഇതാണ് വളർച്ചാഘട്ടത്തിൽ സംഭവിക്കുന്നത്. ആരാണ് വളരുന്നത്? ടൈപ്പ് ബി സ്പെർമറ്റോഗോണിയൽ ടൈപ്പ് ബി കുംഭീജ ജനക കോശങ്ങളാണെന്ന് കൂടെ ഓർത്തു വയ്ക്കാം. അടുത്ത നമ്മൾ മറ്റൊരു ഘട്ടം പഠിക്കുകയാണ് പക്വമായ ഘട്ടം അല്ലെങ്കിൽ മെച്ചുറേഷൻ ഫേസ് ആണ്. അവിടെ എന്ത് സംഭവിക്കും നോക്കാം. അപ്പൊ അടുത്ത മനസ്സിലാക്കുന്ന ഘട്ടം പക്വമായ ഘട്ടം അല്ലെങ്കിൽ മെച്ചുറേഷൻ ഫേസ് ആണ്. മെച്ചുറേഷൻ ഫേസിൽ ഇപ്പൊ ഏത് അവസ്ഥയിലെത്തിയിരിക്കുകയാണ്? പ്രാഥമിക ബീജകോശമായിട്ട് നിൽക്കുകയാണ്. ഈ പ്രാഥമിക ബീജകോശം 2 ഊനഭംഗത്തിലൂടെ കടന്നു പോകുന്നു. അപ്പൊ പ്രാഥമിക ബീജകോശം ആദ്യമായിട്ടൊരു ഊനഭംഗം അല്ലെങ്കിൽ മിയോസിന്റെ ഭാഗമായിട്ട് എന്തായിട്ട് മാറുന്നു? 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ദ്വിതീയ ബീജകോശങ്ങളായിട്ട് മാറുന്നു. അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം പ്രാഥമിക ബീജകോശം അല്ലെങ്കിൽ പ്രാഥമിക പ്രത്യുൽപാദന കോശത്തെ കുറിച്ച് മനസ്സിലായി. പ്രൈമോർഡിയൽ ജേംസ് ആദ്യം എവിടെ കണ്ടപ്പെട്ടു? വൃഷ്ണങ്ങളിലെ സെമിനിഫറസ് നാളുകളിലാണ് കാണുക, അല്ലെങ്കിൽ വൃഷ്ണങ്ങളിലെ എന്താണ് സെമിനിഫറസ് ട്യൂബിൾസിലാണ് കാണപ്പെടുന്നത് അല്ലേ? വൃഷ്ണങ്ങളിലെ സെമിനിഫറസ് ട്യൂബിൾസിലാണ് പ്രൈമോർഡിയൽ ജേംസ് അല്ലെങ്കിൽ പ്രാഥമിക പ്രത്യുൽപാദന കോശങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ ആ പ്രാഥമിക പ്രത്യുൽപാദന കോശങ്ങൾ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് അവസ്ഥയിൽ ഇരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് 2 പ്രാഥമിക ബീജകോശങ്ങൾ. ഇവിടെ പ്രാഥമിക ബീജകോശങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആണ്. അത് ഏതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്? നമ്മൾ പറഞ്ഞു ഗ്രോത്ത് ഫേസിലൂടെ കടന്നിട്ട് എന്തായിട്ട് മാറി? സ്പെർമറ്റോഗോണിയ പ്രാഥമിക ബീജകോശമായിട്ട് അല്ലെങ്കിൽ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറി എന്ന് മനസ്സിലാക്കാം. ഈ പ്രാഥമിക ബീജകോശം 2 ഊനഭംഗം 2 മിയോസിസ് കടക്കുന്നതിന്റെ ഭാഗം മിയോസിസ് നടക്കുന്നു. അതിൽ ആദ്യത്തെ മിയോസിസിന്റെ ഭാഗമായിട്ട് 2 ഹാപ്ലോയിഡ് ദ്വിതീയ ബീജകോശങ്ങൾ അല്ലെങ്കിൽ 2 ഹാപ്ലോയിഡ് സെക്കൻഡറി ഇതായിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറും. എന്താണ്? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറും. അപ്പൊ പ്രാഥമിക ബീജകോശം അല്ലെങ്കിൽ ഊനഭംഗം ആദ്യത്തെ ഊനഭംഗത്തിന്റെ ഭാഗമായിട്ട് അത് എന്തായിട്ട് മാറും? ദ്വിതീയ ബീജകോശമായിട്ട് മാറുന്നു. എത്ര? 2 ഹാപ്ലോയിഡ് ദ്വിതീയ ബീജകോശമായിട്ടാണ് മാറുന്നത്. അപ്പൊ പ്രാഥമിക ബീജകോശം എന്നാൽ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് മിയോസിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മിയോസിസ് നടന്നപ്പോൾ അത് 2 ഹാപ്ലോയിഡ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് മാറുന്നത്. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിനെയാണ് നമ്മൾ ദ്വിതീയ ബീജകോശം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണെന്ന് ഓർത്തു വയ്ക്കാം.
ഇനി രണ്ടാമത് മിയോസിസ്, രണ്ടാമത് ഊനഭംഗം നടക്കുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറുന്നു? ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ ദ്വിതീയ ബീജകോശങ്ങൾ 4 സ്പെർമാറ്റിഡുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 4 സ്പെർമാറ്റിഡുകളായിട്ട്, എങ്ങനെ 4 സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുകയാണ്, ഊനഭംഗത്തിന്റെ ഭാഗമായിട്ട് 4 സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുകയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു പ്രാഥമിക പ്രത്യുൽപാദന കോശങ്ങൾ എവിടെ കാണപ്പെടുന്നു? വൃഷ്ണത്തിലെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ബീജോൽപാദന നളികകളിലാണ് കാണപ്പെടുന്നത് അല്ലെ. വൃഷ്ണത്തിലെ ബീജോൽപാദന നളിക അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ബീജോൽപാദന നളികകൾ, അവിടെയാണ് പ്രാഥമിക പ്രത്യുൽപാദന കോശങ്ങൾ കാണപ്പെടുന്നത്. അത് ഡിപ്ലോയിഡ് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഡിപ്ലോയിഡ് ആയിട്ട് ഇരിക്കുന്ന ഇവയാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? ഇവിടെ ഈ ഭാഗം ഈ ഒരു സ്റ്റേജസിലൊക്കെ കടന്ന് എന്തായിട്ട് മാറും? 4 സ്പെർമറ്റോസൈഡുകളായിട്ട് മാറുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പക്വമായ ഘട്ടം അല്ലെങ്കിൽ മെച്ചുറേഷൻ ഫേസിൽ പ്രൈമറി സ്പെർമറ്റോസൈറ്റുകളാണ് അല്ലെങ്കിൽ പ്രാഥമിക ബീജകോശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആ പ്രാഥമിക ബീജകോശങ്ങൾ ഊനഭംഗം, 2 ഊനഭംഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആദ്യ ഊനഭംഗത്തിന്റെ ഭാഗമായിട്ട് 2 ഹാപ്ലോയിഡ് ദ്വിതീയ ബീജകോശമായിട്ട് മാറുന്നു, 2 ഹാപ്ലോയിഡ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റുകളായിട്ട് മാറുന്നു. അത് പിന്നെയും ഒരു ഊനഭംഗം കൂടെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്പെർമാറ്റിഡുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും 3 ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് പഠിക്കേണ്ടത്. ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സിലാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പ്രാഥമിക പ്രത്യുൽപാദന കോശമാണ് എന്തായി തീർന്നത്? ഈ സ്പെർമാറ്റിഡുകളായിട്ട് മാറി. അപ്പൊ 4 സ്പെർമാറ്റിഡുകൾ ഉണ്ടായി. അപ്പൊ എങ്ങനെയാണ് സ്പെർമാറ്റിഡുകളാണ്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡുകളാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ 4 സ്പെർമാറ്റിഡ്സ് എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ആണെന്നും കൂടെ ഓർത്തു വെക്കുക. ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്രാഥമിക ബീജോൽപാദന കോശങ്ങളിൽ നിന്നാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡുകൾ ഉണ്ടായിരിക്കുന്നത് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ 3 ഘട്ടങ്ങളിലൂടെയാണ് പാസ് ചെയ്തിട്ടാണ് ഈ സ്പെർമാറ്റിഡിന്റെ ഫോർമേഷൻ ഉണ്ടായത്. ഏതൊക്കെയാണ് ഘട്ടങ്ങൾ? ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ആവർത്തിഘട്ടം, വളർച്ചാഘട്ടം അല്ലെങ്കിൽ പക്വമായ ഘട്ടം അല്ലെ. വളർച്ചാഘട്ടം ഫേസ് ഓഫ് ഗ്രോത്ത്, പിന്നെ പക്വമായ ഘട്ടം മെച്ചുറേഷൻ ഫേസ്. അപ്പൊ ഈ 3 ഘട്ടത്തിലൂടെ എന്ത് പൂർത്തിയായി? സ്പെർമാറ്റിഡ്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡുകൾ ഉണ്ടായിത്തീരുന്നു. ഇനി അടുത്ത ഒരു ഘട്ടം കൂടെ കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സ്പെർമറ്റോജെനിസിസ് എന്ന് പറഞ്ഞ മുഴുവൻ പ്രക്രിയ പൂർത്തിയാകുള്ളൂ. അപ്പൊ അടുത്ത ഒരു ഘട്ടമാണ് നമ്മൾ പറഞ്ഞ സ്പെർമറ്റോജെനിസിസ് കംപ്ലീറ്റ് ചെയ്യുന്ന 2 പ്രോസസ്സിലൂടെയാണ്. ഒന്ന് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡും, 2 സ്പെർമിയോജെനിസിസ് ആണ്. അപ്പൊ നമ്മൾ സ്പെർമാറ്റിഡ്സിന്റെ ഫോർമേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്ന സ്പെർമിയോജെനിസിസ്. എന്താണ് സ്പെർമിയോജെനിസിസ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? സ്പെർമറ്റോജെനിസിസ് ആണ്, കുംഭീജ ഉൽപാദനമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്പെർമറ്റോജെനിസിൽ അതിൽ പ്രധാനമായിട്ടുള്ള 2 ഘട്ടങ്ങളാണ് എന്ത്? ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സിന്റെ ഫോർമേഷനും അതുപോലെ തന്നെ സ്പെർമിയോജെനിസിസ്, കുംഭീജ ഉൽപ്പത്തിയാണ് സ്പെർമിയോജെനിസിസ്. അപ്പൊ ഇത്രയാണ് പഠിച്ചാൽ മാത്രമേ സ്പെർമറ്റോജെനിസിൽ കുംഭീജ ഉൽപാദനം എന്ന പ്രക്രിയ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അടുത്തത് സ്പെർമിയോജെനിസിസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡുകൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ സ്പെർമാറ്റിഡുകൾ ഓവൽ ഷേപ്ഡ് ആയിട്ടിരിക്കുന്ന ഈ സ്പെർമാറ്റിഡുകൾ എന്തായിട്ട് മാറുന്ന? ഒരു ഫങ്ഷണൽ സ്പേം ആയിട്ട്, അതായത് ഓവൽ ഷേപ്പിലിരിക്കുന്ന സ്പെർമാറ്റിഡ് ഒരു പ്രവർത്തനത്തിന് സജ്ജമായ ഒരു കുംഭീജമായിട്ട് മാറുന്ന ആ പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത്? സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്പെർമിയോജെനിസിസ് അല്ലെങ്കിൽ കുംഭീജ ഉൽപ്പത്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓവൽ ഷേപ്പിലിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഒരു ഹാപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന സ്പെർമാറ്റിഡ് ഒരു പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു കുംഭീജമായിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്ത് വിളിക്കുന്നത്? കുംഭീജ ഉൽപ്പത്തി അല്ലെങ്കിൽ എന്താണ് കുംഭീജ ഉൽപ്പത്തി. അതാണ് എന്ത് വിളിക്കുന്നത്? എന്താണ് സ്പെർമിയോജെനിസിസ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ കുംഭീജ ഉൽപ്പത്തിയാണ്. അതായത് ഇപ്പൊ സ്പെർമാറ്റിൽ എന്തായിട്ട് മാറുന്നു? ഒരു കുംഭീജമായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്? സ്പെർമിയോജെനിസിസ് അല്ലെങ്കിൽ കുംഭീജ ഉൽപ്പത്തി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നത് വെച്ചാല് ഈ സ്പെർമാറ്റിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു സെല്ലായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ന്യൂക്ലിയസ് ഹെഡിലേക്ക് മാറപ്പെടും. അപ്പൊ സ്പേമായി മാറുമ്പോൾ അല്ലെങ്കിൽ കുംഭീജം മാറുമ്പോൾ ഈ പറയുന്ന സ്പെർമാറ്റിഡിന്റെ സ്പെർമാറ്റിഡിലുള്ള ന്യൂക്ലിയസ് ഹെഡിലോട്ട് ലൊക്കേറ്റ് ചെയ്യുന്നു. സ്പേമിന്റെ ഹെഡിനുള്ളിലേക്ക് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ ഗോൾഗി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾഗി വസ്തുക്കൾ എവിടെ കാണപ്പെടുന്നു? ഈ പറയുന്ന സ്പെർമാറ്റിഡിൽ കാണപ്പെടുന്നു. ഈ ഗോൾഗി കോംപ്ലക്സ് എന്തായിട്ട് മാറപ്പെടുന്നു? അക്രോസോമായിട്ട് മാറുന്നു. എന്താണ്? അക്രോസോമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇപ്പൊ പറയുന്നത് സ്പെർമാറ്റിഡ് അല്ലെ. സ്പെർമാറ്റിഡിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ആ ഒരു സെല്ലിലുള്ള ഭാഗങ്ങൾ ഒരു സ്പേമായി മാറുമ്പോൾ എന്തൊക്കെയാണ് അതിലെ മാറ്റങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പെർമാറ്റിഡിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ഈ ന്യൂക്ലിയസ് എങ്ങോട്ട് പോകുന്നു? ആ സ്പേമിന്റെ ഹെഡിലാണ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്. കുംഭീജത്തിന്റെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കാം. അതിന്റെ സൂക്ഷ്മ ഘടന പരിശോധിച്ചാല് അതിന് എന്താണ് ഏതൊക്കെ ഭാഗങ്ങളുണ്ട്? ഒരു തലഭാഗമുണ്ട്, ഒരു ഹെഡ് ഉണ്ട്, പിന്നെ ഒരു കഴുത്തിന്റെ ഭാഗമുണ്ട്, നെക്കുണ്ട്, പിന്നെ ഒരു മധ്യഖണ്ഡമുണ്ട്. മധ്യഖണ്ഡത്തെയാണ് മിഡിൽ പീസ് എന്ന് അറിയപ്പെടുന്നത്. മധ്യഖണ്ഡമാണ് മിഡിൽ പീസ്.
ഇനി അതുപോലെ ഇതാണ് മധ്യഖണ്ഡം. എന്താണ് മധ്യഖണ്ഡം? അതിനൊരു മധ്യഖണ്ഡമുണ്ട് അല്ലെങ്കിൽ മിഡിൽ പീസ് ഉണ്ട്. പിന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിനൊരു വാലുണ്ട്, ടെയിൽ ഭാഗമാണ്. പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒരു ഹെഡ്, ഒരു തലഭാഗം, പിന്നെ കഴുത്തുണ്ട്, പിന്നെ ഒരു മധ്യഖണ്ഡമുണ്ട്, മിഡിൽ പീസ് ഉണ്ട്, പിന്നെ ഒരു വാൽ ഭാഗവും ഉണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് പുംബീജത്തെ പൂർണ്ണമായി ആവരണം ചെയ്ത ഒരു കോശസ്തരം കാണപ്പെടുന്നു. പുംബീജത്തെ പൂർണ്ണമായി ആവരണം ചെയ്ത ഒരു കോശസ്തരം കാണപ്പെടുന്നു. ഇനി പുംബീജത്തിന്റെ തലഭാഗത്ത് ഒരു നീളം കൂടിയ ഏകപ്ലോയിഡ് മർമ്മവും അതിന്റെ മുകൾ ഭാഗത്തെ തൊപ്പി പോലെ കാണപ്പെടുന്ന ബീജാങ്കുരം ഉണ്ടായിരിക്കുന്നു. അപ്പൊ പുംബീജത്തിന്റെ മുകൾ ഭാഗത്ത് എന്താണ്? മർമ്മം കാണപ്പെടുന്നു. അതുപോലെ തന്നെ ക്രോമസോം പദാർത്ഥം അടങ്ങിയ ഒരു മർമ്മം കാണപ്പെടുന്നു. അതുപോലെ തൊപ്പി പോലുള്ള പുംബീജത്തിന്റെ മുകൾ ഭാഗം അറിയപ്പെടുന്ന ബീജാങ്കുരം അല്ലെങ്കിൽ അക്രോസോം എന്ന് അറിയപ്പെടുന്നു. ഇനി ഈ ബീജാങ്കരത്തിലാണ് ബീജ സംയോഗത്തിന് സഹായമായ രാസാഗ്നികൾ നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബീജ സംയോഗത്തിന് സഹായമായ രാസാഗ്നി എവിടെ കാണപ്പെടുന്നു? അക്രോസോം അല്ലെങ്കിൽ ബീജാങ്കരത്തിൽ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ പുംബീജത്തിന്റെ അത് പൂർണ്ണമായും പുംബീജത്തെ ആവരണം കോശസ്ഥലം എന്താണ്? കോശസ്ഥലം കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. പുംബീജത്തെ പൂർണ്ണമായും ആവരണം ചെയ്തൊരു കോശസ്ഥലം കാണപ്പെടുന്നു. ഇനി പുംബീജത്തിന്റെ തലഭാഗത്ത് ഒരു നീളം കൂടിയ ഏകപ്ലോയിഡ് മർമ്മവും അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു തൊപ്പി പോലുള്ള ഭാഗമുണ്ട്. അതിനെയാണ് എന്താണ്? അക്രോസോം അല്ലെങ്കിൽ ബീജാങ്കുരം എന്ന് പറയുന്നത്. ഇത് ബീജ സംയോഗത്തിന് സഹായകമായ രാസാഗ്നികൾ ഈ പറയുന്ന അക്രോസോം അല്ലെങ്കിൽ ബീജാങ്കുരത്തിൽ നിറഞ്ഞിരിക്കുന്നു കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി മധ്യഖണ്ഡം എന്ന് പറയുന്നത്, മധ്യഖണ്ഡത്തിലാണ് ധാരാളം മൈറ്റോകോൺട്രിയകൾ കാണപ്പെടുന്നത്. മധ്യഖണ്ഡത്തിൽ മിഡിൽ പീസിൽ ധാരാളം മൈറ്റോകോൺട്രിയകൾ കാണപ്പെടുന്നു. ഈ മൈറ്റോകോൺട്രിയകളാണ് വാലിന്റെ ചലനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം പ്രചോദനം ചെയ്യുന്നത്. അപ്പൊ വാലിന്റെ ചലനത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത് ആരാണ്? മധ്യഖണ്ഡത്ത് കാണപ്പെടുന്ന മൈറ്റോകോൺട്രിയാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ മധ്യഖണ്ഡത്ത് കാണപ്പെടുന്ന മൈറ്റോകോൺട്രിയകളാണ് വാലിന് ചലനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്നത് കൂടെ ഓർത്തു വയ്ക്കുക. അടുത്തത്, വാലിന്റെ ചലനം ബീജ സംയോഗത്തിന് വേണ്ടി പുംബീജ സഞ്ചാരത്തിന് അത്യന്താപേക്ഷമാണ്. അപ്പൊ ബീജ സംയോഗത്തിന് പുംബീജം ചലിക്കണമെങ്കിൽ എന്തിന്റെ ചലനം അത്യന്താപേക്ഷമാണ്? വാലിന്റെ ചലനം വളരെയധികം ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടുള്ള സ്പേമിന്റെ അല്ലെങ്കിൽ പുംബീജത്തിന്റെ സ്ട്രക്ചർ നോക്കിയാണെങ്കിൽ, ഘടന നോക്കുകയാണെങ്കിൽ അതിലൊരു തലഭാഗമുണ്ട്, പിന്നെ ഒരു കഴുത്തുണ്ട്, പിന്നെ മധ്യഖണ്ഡം അല്ലെങ്കിൽ മിഡിൽ പീസ് ഉണ്ട്, പിന്നെ ഒരു വാൽഭാഗമുണ്ട്. ഇനി തലഭാഗം പുംബീജത്തിന്റെ ശരീരം കോശസ്തരത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു പ്ലാസ്മ സ്തരം കാണപ്പെടുന്നു. പിന്നെ അതിനൊരു തലഭാഗത്ത് തൊപ്പി പോലുള്ള ഭാഗമുണ്ട്. അതിന് ബീജാങ്കുരം അല്ലെങ്കിൽ അക്രോസം എന്നറിയപ്പെടുന്നു. ഈ ബീജാങ്കുരത്തിലാണ് ധാരാളം ബീജ സംയോഗത്തിന് സഹായമായ രാസാഗ്നികൾ എവിടെ നിറഞ്ഞിരിക്കുന്നു വെച്ചാൽ ബീജാങ്കുരത്തിൽ അല്ലെങ്കിൽ അക്രോസമിലാണെന്ന് ഓർത്തു വയ്ക്കണം. ഇനി അടുത്തത് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന തലഭാഗത്ത് തന്നെയാണ് ക്രോമസോം പദാർത്ഥം അടങ്ങിയ ഏകപ്ലോയിഡ് മർമ്മം കാണപ്പെടുന്നത് ഓർത്തു വെക്കുക. ഇനി കഴുത്ത് ഭാഗമുണ്ട്. അതിനുശേഷം മധ്യഖണ്ഡത്തിൽ മിഡിൽ പീസിൽ എന്തെന്ന് ധാരാളം മൈറ്റോകോൺട്രിയകൾ കാണപ്പെടുന്നു. ഈ മൈറ്റോകോൺട്രിയകൾ ഈ പുംബീജത്തിന്റെ വാലിന്റെ ചലനത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നത് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ വാലിന്റെ ചലനം ഉണ്ടെങ്കിൽ മാത്രമേ പുംബീജത്തിന് ബീജ സംയോഗത്തിനൊക്കെ പോകുന്നതിന് അല്ലെങ്കിൽ അതിന് സഞ്ചരിക്കാനുള്ള ചലനശേഷി ലഭിക്കുന്നത് ഈ മൈറ്റോകോൺട്രിയയുടെ സഹായത്തോടു കൂടിയാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ അതിന്റെ പുംബീജത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടന മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പെർമറ്റോജെനിസിസ് ആണ് അല്ലെങ്കിൽ എന്താണ് പുംബീജ ഉൽപാദനമാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ മറ്റു ടോപ്പിക്കുമായിട്ട് കാണാം. ചിൽഡ്രൻസ് ബൈ ഫ്രം മീ. താങ്ക് യു.